ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പോകുന്നത് എനിക്കൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സ്. ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന RCSI എന്ന് പറയും, അതായത് റോയൽ കോളേജ് ഓഫ് സർജൻസ് ഇൻ അയർലൻഡ് എന്നാണത്. അപ്പോൾ അവിടാണ് മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സും പിന്നെ നഴ്സസും ഒക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം. അതുപോലെ ഹയർ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് സ്പോൺസർ ചെയ്തുകൊണ്ട് ഞാൻ ഇതിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഇത് സെൻറ്റ് സ്റ്റീഫൻസ് ഗ്രീൻ എന്ന് പറയുന്ന ഷോപ്പിംഗ് മോളിൻ്റെ അടുത്താണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഭയങ്കര വെയിലാണ് രാവിലെ. അപ്പോൾ ഇത്രയും ദിവസം അയർലൻഡിൽ ഭയങ്കര തണുപ്പും കാലാവസ്ഥയെല്ലാം വളരെ മോശമായിരുന്നല്ലോ, മഴയും ഇരുട്ടും എല്ലാമായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഭയങ്കര വെയിലാണ്. അത്യാവശ്യം ചൂടുമുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഈ പഴുത്ത ചൂടായിരുന്നു. പക്ഷേ ഇന്ന് അത്രയുമില്ല. വെയിലാണെങ്കിൽ തന്നെയും കുറച്ച് തണുപ്പുള്ള ഒരവസ്ഥയാണ്. ഇപ്പോൾ പെട്ടെന്ന് ചൂട് വരണം വെയിൽ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നിടത്താണ് ഈ വെയിലെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ തണുപ്പിൽ നിന്ന് നമ്മുടെ സ്കിന്ന് ഈ ചൂടിലോട്ട് വരുമ്പോഴത്തേക്ക്, ഇന്നലെ രാത്രിയൊന്നും ഞാനൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും ആളുകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ആരും ഉറങ്ങിക്കാണത്തില്ല. അപ്പോൾ അതുപോലെയുള്ള നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ. ഒരു 14 ഡിഗ്രി ചൂട് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നുള്ള ഈ മാറ്റം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ ഈ ഒരു ചൂട് വെതറാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സമ്മറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ രാത്രി ഇരുട്ടുന്നത് ഇപ്പോൾ 8-9 മണി കഴിയുമ്പോഴത്തേക്കുമാണ് ഇരുട്ടാനായിട്ട് തുടങ്ങുന്നത്. നേരത്തെ 3:30 ഉച്ചയ്ക്ക് 3:30 ഇരുട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രാത്രി 9:30 ആകുമ്പോഴാണ് ഇരുട്ടുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എനിക്ക് 8:30 മുതൽ 4:30 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നഴ്സസായിട്ട് വരുന്ന ആളുകളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഇവിടെ നമ്മൾ ഈവൻ GNM അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞവർക്ക് അതിൻ്റെ ഹയറായിട്ട് എന്ത് വേണമെങ്കിലും പഠിക്കാനായിട്ട് ഇവിടെ HSC, അയർലൻഡിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് പറയുന്നതാണ് HSC. അപ്പം ഈ HSCയിൽ നിന്ന് നമുക്ക് അതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അവർ ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. നമുക്കതിനുള്ള സ്റ്റഡി ഡേയ്സും ലീവും എല്ലാം തരും. നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഓരോ കോഴ്സസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനുള്ള സാലറിയിലെ ഡിഫറൻസ്, അതുപോലെ നമ്മുടെ പ്രൊമോഷൻസ്, അതിനെല്ലാം വളരെ എളുപ്പമായി തരും. പിന്നെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ധാരാളം കോഴ്സുകൾ പഠിക്കാനുള്ള ചാൻസസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന പല ആളുകളുമുണ്ട് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞ് വന്ന ആൾക്കാർ PhD വരെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നഴ്സസിന് അല്ലെങ്കിൽ മിഡ്വൈഫ്സിന് നമുക്ക് MBBS പഠിക്കാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഒരേ ഒരു കാര്യം നമ്മൾ മനസ്സ് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഏത് വരെ പഠിക്കാനും ഈ അയർലൻഡ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിലുള്ളവർക്ക്, നഴ്സസിനാണെങ്കിൽ നമ്പർ 1 ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊരു വലിയ ഒരു നല്ല കാര്യമാണ് ഈ അയർലൻഡിലുള്ളത്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ നമുക്കൊരു കാര്യം എക്സ്ട്രാ പഠിക്കണമെങ്കിൽ അവർ നമ്മുടെ സാലറി, ഓഫ് കോഴ്സ് സാലറി നമുക്ക് തരില്ല. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കണ്ടെത്തേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് സാലറി കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കൂടെ തന്നെ നമുക്ക് പഠിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് എല്ലാം ചെയ്യണം. ഇപ്പം നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് അവധിയാണെന്ന് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡബിൾ പേയും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എല്ലാവർക്കും എന്താ പറയുന്നത്, ഇവിടെ വന്നു കഴിയുമ്പോൾ മെനക്കേടാണ് എല്ലാവർക്കും. കാരണം
മിക്ക ആളുകൾക്കും ചെറിയ കുട്ടികൾ കാണും. അതുപോലെ ഹസ്ബൻഡും വൈഫും കൂടെ ഷിഫ്റ്റെല്ലാം ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ആ ഒറ്റ പേരിൽ ഈ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നഴ്സിംഗ് നമ്മൾ കഴിഞ്ഞ ആളുകൾക്ക് ഇവിടെ മെറ്റേണിറ്റി ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യണമെങ്കിൽ മിഡ് വൈഫറിയും കൂടെ വേണം. അതായത് നമ്മുടെ നാട്ടിലെ മിഡ് വൈഫറി ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 18 മന്ത്സിൻ്റെ ഒരു മിഡ് വൈഫറിയുടെ കോഴ്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ആ മിഡ് വൈഫറിയെ അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മിഡ് വൈഫറി 18 മന്ത്സ് കോഴ്സ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡ്യുവൽ ക്വാളിഫിക്കേഷൻ എന്നാണ് അവർ പറയുന്നത്. ഡ്യുവൽ ക്വാളിഫിക്കേഷൻ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കുള്ളപ്പോൾ നമുക്ക് സാലറിയിൽ ഡിഫറൻസും എന്താണെങ്കിലും കിട്ടും. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റഡി ഡേയ്സ് നമുക്ക് പെയ്ഡാണ്. വലിയ കോഴ്സുകളല്ലെങ്കിൽ പോലും ഈ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ സ്റ്റഡി ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസത്തെ കോഴ്സ് അല്ലെങ്കിൽ 2 ദിവസത്തെ കോഴ്സ് അങ്ങനെ വെച്ചൊക്കെ എടുക്കുന്ന കോഴ്സസ് ആണെങ്കിൽ പോലും സ്റ്റഡി ഡേയ്സ് ഹോസ്പിറ്റലിൽ നിന്ന് പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ HSCയിൽ അങ്ങനെ കുറേ പഠനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അയർലൻഡിലെ അത് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് ഗ്രീൻ എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളിനോട് ചേർന്നിട്ടുള്ള പാർക്കിങ്ങിലാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം RCSIയുടെ അവിടെ പ്രത്യേകം കാർ പാർക്കിംഗ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും. പക്ഷേ അത് നമ്മൾ സ്റ്റഡീസിന് വന്നിരിക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു 2-3 മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ. ഈ കാണുന്നതാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ് ഇൻ അയർലൻഡിൻ്റെ ബിൽഡിങ്. ഇവിടെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ പഠിക്കുന്നവരും കോഴ്സിനായിട്ട് വരുന്നവരും അങ്ങനെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഈ 2 സൈഡിലും ഈ RCSIയുടെ ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ലെക്ചർ ഹാളിൽ എത്തിയിരിക്കുകയാണ്. എനിക്കിവിടുത്തെ ആ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഇരിക്കുന്നത് പോലത്തെ അല്ല, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ സീറ്റിംഗ് ഇങ്ങനെ അപ്രൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ തല വെച്ച് നമുക്ക് ഒരിക്കലും നമ്മളുടെ ബോർഡ് മറയുകയോ അല്ലെങ്കിൽ നമ്മളുടെ ലെക്ചറിനെ വിസിബിൾ ആകുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ടേബിളും ചെയറും സെറ്റപ്പും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കോഴ്സിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് 1-2 പേരെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ അയർലൻഡിലുള്ള പല സ്ഥലത്തുള്ള ഹോസ്പിറ്റലിലുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സസാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്. ഈ ഒരു കോഴ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഹൗ ടു ബി എ ലീഡർ എന്നുള്ളതാണ്. നമ്മൾക്ക് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു തരാനായിട്ട് കുറേ ഗസ്റ്റ് ലെക്ചറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ പ്രൊഫഷണലിൽ വളരെ വലിയ നിലയിലെത്തിയ ആളുകളാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, അപ്പം എന്തെല്ലാമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ അവസാന ഭാഗത്ത് അയർലൻഡിലെ നോർത്തേൺ അയർലൻഡിലുള്ള എല്ലാ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഡയറക്ടേഴ്സ് വീഡിയോ കോളിൽ വരികയും അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താനുള്ള ഒരു അവസരവുമുണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ പ്രോഗ്രാം അനുസരിച്ച് നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ ഡയറക്ടർ ഓഫ് നഴ്സിങ്ങിന് നമ്മൾക്ക് ഓരോ പ്രോജക്റ്റ് വീതം തന്ന് നമ്മളത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സ്റ്റഡീസ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇനി വരും ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് പുറത്ത് നമ്മളെ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോവുകയും
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കോഴ്സിനോ മറ്റെന്ത് കാര്യത്തിനോ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നഴ്സിങ്ങിന് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള മേഖലകളുണ്ട്. നമുക്ക് വളരാനും നമുക്ക് പഠിക്കാനും ധാരാളം അവസരങ്ങളുള്ള ഒരു മേഖലയാണ് നഴ്സിംഗ്.